വെറും ചീപ്പായിട്ടുള്ള പട്ടി ഷോ ആണെന്ന് വേണമെങ്കിൽ പറയാം. അഭിനയത്തിനുള്ള ഓസ്കാർ അവാർഡ് തന്നെ കൊടുക്കണം ഈ പൊളിറ്റിക്കൽ പാർട്ടിക്കാർക്ക്. റേഷൻ കടയിൽ നിങ്ങൾ പോയാൽ പോലും റേഷനരി മറിച്ച് വിറ്റിട്ട് ഇപ്പോൾ റേഷനരിയിൽ അടുത്ത തവണ തരാം എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുള്ള നാടാണ് നമ്മുടെ ഈ കേരളം. അപ്പോൾ നമ്മൾ കാണാത്ത ആൾക്കാരാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴൊക്കെ നേരെ ഓടി വന്ന് വോട്ട് ചോദിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ തരുന്നു, ഭയങ്കരമായിട്ടുള്ള സ്നേഹപ്രകടനങ്ങൾ. എനിക്കറിയത്തില്ല ഈ സിനിമയെ പോലും ഇമാതിരി പ്രകടനം എങ്ങനെയാണ് ഇങ്ങനെ കാഴ്ചവെക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു അഭിനയത്തിനുള്ള ഓസ്കാർ അവാർഡ് തന്നെ കൊടുക്കണം ഈ പൊളിറ്റിക്കൽ പാർട്ടിക്കാർക്ക്. അമ്മാതിരി ഷോ അല്ലേ കാണിക്കുന്നത്, വെറും ചീപ്പായിട്ടുള്ള പട്ടി ഷോ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു ജീവിതാനുഭവം ഇല്ലാതെ, അല്ലെങ്കിൽ ഈ ജനങ്ങളുടെ നിലവാരം എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നോ ഒന്നും അറിയാൻ മേലാതെ ചുമ്മാ ഒരു കസേരയ്ക്ക് വേണ്ടി എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുകയാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ജനങ്ങളോടാണ്. ജനങ്ങൾ ദിവസം പോയി പണിയെടുത്തെങ്കിൽ മാത്രമേ ഇവരുടെ വീടുകൾ കഴിയത്തുള്ളൂ. പക്ഷേ ജനങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന കുറച്ച് നേതാക്കന്മാരൊക്കെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവരുടെ അണികളും അല്ലെങ്കിൽ ഇവരുടെ സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെയാണ് അധികാരത്തിലെത്താൻ പോകുന്നത്. ഇവരെത്രത്തോളം ഈ കാര്യങ്ങൾ ചെയ്യുമെന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ കണ്ടറിഞ്ഞ് വേണം വോട്ട് ചെയ്യാൻ. ഞാൻ ഇന്ന പാർട്ടിയാണ്, ഇന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ആൾക്കാരുടെ സ്വഭാവം നോക്കി വേണം വോട്ട് ചെയ്യാൻ. നമ്മൾ ഇന്ന് ചിരിച്ച് കാണിക്കുന്ന മുഖം ആയിരിക്കത്തില്ല നമ്മൾ നാളെ എന്തെങ്കിലും ഒരു സഹായത്തിന് വേണ്ടി ഇവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇവർ കാണിക്കുന്നത്. ഇവർ പറയും ഇന്ന് പോയിട്ട് നാളെ വാ, മറ്റന്നാൾ വാ, തിങ്കളാഴ്ച വാ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിവാക്കും. 100% ഉറപ്പാണത്. അപ്പോൾ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന, ജനങ്ങളെ തൊട്ടറിയാവുന്ന ഏത് പാതിരാത്രി വിളിച്ചാലും അതിന് ആൻസർ ചെയ്ത് അതിന് നമുക്ക് തക്കതായൊരു സേവനം അനുഷ്ഠിക്കുന്ന ഒരു നേതാവിനെ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഇനിയെങ്കിലും ആലോചിച്ച് വേണം വോട്ട് ചെയ്യാൻ. നമ്മുടെ ഇവിടെയൊക്കെ ഒരുപാട് റോഡുകൾ കുളമായി കിടക്കുന്നുണ്ട്. ഒരുപാട് ദാരിദ്ര്യരേഖയ്ക്കും താഴെയുള്ള ആൾക്കാരുണ്ട്. അവർക്ക് വ്യക്തമായി അരിയോ സാധനങ്ങളോ പച്ചക്കറികളോ എത്തുന്നില്ല. ഒരു റേഷൻ കടയിൽ നിങ്ങൾ പോയാൽ പോലും റേഷനരി മറിച്ച് വിറ്റിട്ട് ഇപ്പോൾ റേഷനരിയിൽ അടുത്ത തവണ തരാം എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുള്ള നാടാണ് നമ്മുടെ ഈ കേരളം. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഇതിനെല്ലാം ഒരു മാറ്റം വരണ്ടേ? ഈ കാര്യങ്ങളെല്ലാം വോട്ട് ചോദിച്ച് വരുമ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക, ഇന്നതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ, ഇതെല്ലാം നിങ്ങളെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുമോ? അത് നിങ്ങൾ വേണമെങ്കിൽ ഒരു വീഡിയോ എടുത്തു വെച്ചോ. ഇതെല്ലാം ചോദിച്ച് എഗ്രി ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ വോട്ട് ചെയ്യുക. ഇവന്മാരിതാ ഒന്നും അനുസരിച്ചില്ലെങ്കിൽ ഈ വീഡിയോ അങ്ങ് ചുമ്മാ അങ്ങ് പുറത്ത് വിട്ടേക്കുക. ഇനി അടുത്ത ഇലക്ഷനെങ്കിലും ഇവന്മാർ കയറരുത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷമായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരാൾക്കാരോട് കൂറില്ലാതെ നിൽക്കുന്ന, നമ്മുടെ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് വോട്ട് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ ചക്കയാണെങ്കിൽ തുന്നിച്ച് നോക്കാൻ പറ്റും. ഈ മനുഷ്യരാണെങ്കിൽ മനുഷ്യരുടെ സ്വഭാവമൊന്നും നമുക്കറിയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പം നിങ്ങൾ എല്ലാം കണ്ടിട്ട് വേണം വോട്ട് ചെയ്യാൻ. ഒരുപാട് സിനിമാക്കാരും അല്ലെങ്കിൽ സെലിബ്രിറ്റീസും ഇൻഫ്ലുവൻസർമാരും എല്ലാം രാഷ്ട്രീയ പാർട്ടിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒന്നുമില്ല, സേവനമൊന്നും അല്ല ലക്ഷ്യം, വെറും ചീപ്പ് പബ്ലിസിറ്റി. ക്യാമറയുടെ മുന്നിൽ നിൽക്കണം, ഞാനെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് വെറും പട്ടി ഷോ കാണിക്കണം, അത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അപ്പോൾ ജനങ്ങൾ ഇതെല്ലാം കണ്ടറിഞ്ഞ് വേണം വോട്ട് രേഖപ്പെടുത്താൻ.